ആയിട്ടല്ല, പക്ഷെ മാനസികമായിട്ട് നമ്മൾ വളരെയധികം കുറേ അറിവുകളും കുറേ അനുഭവങ്ങളും കുറേ നല്ല ആൾക്കാരുമായിട്ടുള്ള സത്സംഗമൊക്കെ സാധ്യമാവുന്നത് ഈ ഒരു സംഘടനയിൽ വന്നതിന് ശേഷം. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ ചുവടുവെപ്പാണ് നമ്മൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ എന്നുള്ളത്. അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറിയിരിക്കണം ഈ ഒരു കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് സ്വാമി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കൂട്ടായ്മ പണ്ടുള്ള കൂട്ടുകുടുംബങ്ങളിലെല്ലാം തന്നെ ഒരു വിഷമം ഉണ്ടെങ്കിൽ ആരോടെങ്കിലും സ്വകാര്യത്തിലെങ്കിലും പറയാൻ നമുക്കൊരാളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതില്ല. ഇന്നിപ്പോൾ പലരും വിളിച്ചു പറയുമ്പോൾ നമ്മളാലോചിക്കും, ഇയാളെ എന്തിനതൊക്കെ എന്നോട് പറയണമെന്ന്. അവസാനിപ്പിക്കുന്ന സമയത്ത് അയാൾ പറയും, മധുവിനോട് പറഞ്ഞാൽ ഒരു സുഖമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, അപ്പോൾ ഈ ഒരു ജന്മം കൊണ്ട് ഇങ്ങനൊരു ഉപകാരം ഉണ്ട് എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമുക്കത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. പലരെ സംബന്ധിച്ചിടത്തോളം പല ബുദ്ധിമുട്ടുകളാണ്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ബന്ധുക്കൾ ഉണ്ടായിട്ടും ഉണ്ടാവാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇന്ന് കഴിഞ്ഞു. അതാണ് ഇപ്പോൾ മനസ്സിലായി കൊടുത്തുള്ളൂ. നമ്മുടെ അനുഭവങ്ങൾ, ഇന്നത്തെ അനുഭവം നമുക്ക് നാളെ കിട്ടിക്കൊള്ളണമെന്നില്ല, ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ വർത്തമാനകാലത്ത് ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. നിർബന്ധമായിട്ടും ഇത്തരത്തിലുള്ളൊരു വേദി ഉണ്ടാവണം. അതായത് പെരുമയെ സംബന്ധിച്ചിടത്തോളം സ്വാമി കുറേ അറിവുകൾ അത്രത്തോളമൊന്നും നമുക്ക് എത്താൻ പറ്റില്ല. അതിൻ്റെ ഒരു 10% എത്താൻ പറ്റില്ല. ആ അറിവുകൾ നമ്മൾ സമ്പാദിക്കുന്നതോടൊപ്പം നമ്മുടെ ചെറുതാണെങ്കിലും നമ്മുടെ അറിവ് ഒന്ന് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് നമുക്ക് മനസ്സിനൊരു സുഖം തരുന്ന കാര്യമാണ്. അപ്പോൾ അതിന് നന്നായി ഈ ഒരു വേദി സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളതും ഇത്തരത്തിലുള്ളവരെല്ലാം തന്നെ ശ്രീധരേട്ടനും ശശിധരനൊക്കെ ഇതിന് ചന്ദ്രേട്ടനൊക്കെ നേതൃത്വം കൊടുക്കുക എന്നുള്ളതും വളരെയധികം കാര്യമായിട്ടുള്ളതാണ്. എന്താണെങ്കിൽ എല്ലാറ്റിനും പൈതൃകത്തെ സംബന്ധിച്ചിടത്തോളം വിവിധ കമ്മിറ്റികളുണ്ട്. അപ്പോൾ ഈ കമ്മിറ്റി ഇവരാണ് ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് പോകട്ടെ. എല്ലാവർക്കും സ്വയം, ആരും ഏറിയവരുമല്ല ആരും കുറഞ്ഞവരുമല്ല എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ നമുക്ക് ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.